നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിലെ ഭക്ഷണ സാധനങ്ങളിൽ പുതിയതായി ഇപ്പോൾ ഒരുപാട് പച്ചക്കറികളും മറ്റും കടന്നു വരുന്നുണ്ട്. അവയിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രൊക്കോളി. നമുക്കെല്ലാവർക്കും അറിയാം, നല്ല കടും പച്ച നിറത്തിലുള്ള പ്രത്യേക ആകൃതിയിലുള്ള ഈ ഒരു ഫലം. ഇത് ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്ക്, പ്രത്യേകിച്ച് ജ്യൂസിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. വെൽനസ് മേഖലയിൽ ഇപ്പോൾ വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ ബ്രൊക്കോളി ജ്യൂസുകൾ. സ്ഥിരമായ ജിംനാസ്യത്തിൽ പോകുന്നവരും ജോഗിങ് നടത്തുന്നവരും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇപ്പോൾ ബ്രൊക്കോളി ജ്യൂസ് കുടിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിനുള്ള അടിസ്ഥാനപരമായ ഒരു പ്രചോദനം എന്ന് ചോദിച്ചാൽ, ബ്രൊക്കോളി ക്യാൻസർ പ്രതിരോധ ശേഷിയുള്ള ഒരു ആഹാര സാധനമാണ് എന്ന വസ്തുതയാണ്. ഇതിൻ്റെ വസ്തുത തീർത്തും പറയാൻ കഴിയുകയില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ബ്രൊക്കോളി സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ സാധ്യത കുറയും എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ശാസ്ത്രീയമായി ഇതുവരെ ഇനിയും ഇക്കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമിയോ പോലെയുള്ള പ്രമുഖ ബ്രാൻഡുകളാണ് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണസാധനങ്ങൾ പുറത്തിറക്കുന്നത്. ബ്രൊക്കോളിയുടെ തണ്ടും പഞ്ചസാരയും മറ്റുമൊക്കെ ചേർത്ത ജ്യൂസുകൾ ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തിറക്കിയിരിക്കുകയാണ്. നിരന്തരമായി ഇത് പല ആളുകളും വാങ്ങി കഴിക്കുന്നുമുണ്ട്. തങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം നൽകാൻ ഇതിന് കഴിയും എന്നാണ് ഇപ്പോൾ ഈ കമ്പനി വക്താക്കളും അവകാശപ്പെടുന്നത്. അവർ പറയുന്നത്, ഈ ജ്യൂസ് കഴിച്ച പലർക്കും അവരുടെ കായിക ശേഷിയിൽ അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തിൽ തന്നെ വലിയ തോതിലുള്ള കൂടുതൽ അനുഭവപ്പെട്ടു എന്നാണ്. ഒരുപക്ഷെ ഇത് സത്യമായിരിക്കുകയും ചെയ്യാം. മറ്റു ചില ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ, ഈ പച്ചക്കറി ക്യാൻസർ തടയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് നന്നായി കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യനില പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കുമെന്നാണ്. ചിലരാകട്ടെ എക്സസൈസും മറ്റും ചെയ്യുന്നവരായിരിക്കാം, അതുകൊണ്ട് കൂടിയായിരിക്കാം ഇവർക്ക് ക്യാൻസർ വരാത്തത് എന്നാണ്. അതല്ലാതെ ഇതിലേതെങ്കിലും ഒരു പ്രത്യേക വസ്തു ക്യാൻസർ തടയുന്നതായി ഇതുവരെ ആരും ഇനിയും കണ്ടെത്തിയിട്ടുമില്ല. കഴിഞ്ഞ വർഷം സ്പെയിനിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവേ നടത്തിയിരുന്ന ഒരു പഠന സർവേയാണ്. ഇതിൽ സ്ഥിരമായി ബ്രൊക്കോളി കഴിക്കുന്ന ആളുകളിൽ ക്യാൻസർ സാധ്യത വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് തീർത്തും ശാസ്ത്രീയമായ ഏത് അടിത്തറയിലാണ് പറയുന്നത് എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇനിയും ആരും വ്യക്തമാക്കിയിട്ടില്ല. ബ്രൊക്കോളി ജ്യൂസിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ നൽകുന്ന സൾഫോറാഫെയിൻ എന്നറിയപ്പെടുന്ന ഒരു വസ്തുവുണ്ട്. ഇത് സൾഫർ കൊണ്ട് നിറഞ്ഞ ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിരന്തരം കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതിരോധശേഷിയും നമ്മുടെ ആരോഗ്യത്തിന് കൂടുതലൊരു ഉത്തേജനമൊക്കെ ഉണ്ടാകാൻ ഏറെ സഹായിക്കും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതേസമയം തന്നെ ബ്രൊക്കോളി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ അമിതമായി കഴിക്കുന്നത് ചില രോഗങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നും ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്. അതായത് തൈറോയിഡ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അമിതമായ അളവിൽ കാൽസ്യം കലർന്ന ഭക്ഷണ സാധനങ്ങൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അത് നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക എന്നും നമ്മൾ കഴിക്കുന്ന മരുന്നിനൊന്നും യാതൊരു തരത്തിലുമുള്ള ഫലമില്ലാതെ പോകും എന്നുമാണ് മറ്റു ചിലർ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ലോകത്തെ നടുക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. വളരെ വേഗം പടർന്നു പിടിക്കുന്ന, ഒരുപക്ഷെ അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ അതിൽ കാരണമായിരിക്കാം ക്യാൻസർ ഇത്ര വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഏത് വസ്തുവും ആളുകൾ ഏറെ ശ്രദ്ധയോടെ അതിനെ നോക്കിക്കാണുകയും വാങ്ങുകയും കഴിക്കാൻ പറ്റുന്നതെങ്കിൽ കഴിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ ബ്രൊക്കോളിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ആളുകളൊക്കെ തന്നെ ഈ ബ്രൊക്കോളിയുടെ പിന്നാലെ ഇപ്പോൾ പായുന്നത് ഇത് ക്യാൻസർ തടയും എന്ന ഉത്തമ വിശ്വാസം കൊണ്ടാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ബ്രൊക്കോളി കഴിക്കുന്ന ആളുകളിൽ ക്യാൻസർ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്ക് ബ്രൊക്കോളി ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമാകുന്നു. കേരളത്തിലൊക്കെ തന്നെ പലരും ഇപ്പോൾ ബ്രൊക്കോളി വലിയ ഷോപ്പിംഗ് മാളുകളിൽ നിന്നും മറ്റും വാങ്ങുന്നുണ്ട്. പ്രത്യേക രീതിയിൽ അത് പാകം ചെയ്ത് ഭക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇനിയും ഇതിൻ്റെ ആരോഗ്യപരമായ വശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടോ എന്നറിയില്ല. എങ്കിലും നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആരോഗ്യം ലഭിക്കും എന്ന് ഉറപ്പാകുന്ന ഏതൊരു വസ്തുവും അത് കുഴപ്പക്കാരനല്ലെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത്. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ബ്രൊക്കോളിയും ഇപ്പോൾ ലോകത്ത് ഇത്രയും വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നത്.